ബഷീർ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സലീം തന്നെ 2 ലോകം കാണുന്നില്ല, ഒരെണ്ണം ഞാനാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വെബിനാർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ്. അതായത് SIR 2026 എന്ന പേരിൽ വോട്ടർ പട്ടിക സമൂലം പരിഷ്കരിക്കുകയും അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അനർഹരായവരെ ഒഴിവാക്കുകയും അർഹരായവർ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. നമുക്കറിയാം, കഴിഞ്ഞ ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ പല സമയങ്ങളിലും കർണാടക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ഇല്ലാത്ത ആളുകൾ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കടന്നുകൂടിയിരിക്കുന്നു. അതായത് 8-1 പേര് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ വരെ വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് ഭരണകൂടം നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനകരമായേക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും അത് എത്തിച്ചേരുക എന്നുള്ളതിൽ ജനങ്ങളും കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടതുണ്ട്. കാരണം നമ്മളുടെ ഭരണഘടന നമുക്ക് തരുന്ന അവകാശമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ പങ്കെടുത്ത് നമ്മളെ ഭരിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഓരോ പൗരനും അവകാശമുണ്ട്. അത് കൃത്യമായി വിനിയോഗിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം. എങ്കിലാണ് നമുക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഈ SIR 2026 ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, ഇത് നമ്മൾ ഇതിൽ ഉൾപ്പെടുമോ ഉൾപ്പെടാതിരിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങൾ ആരോട് ചോദിച്ചാൽ കൃത്യമായി അത് ദൂരീകരിക്കാം എന്നവർക്ക് കൃത്യമായ അറിവതുമില്ല. പല BLOമാരും ഒരേ രീതിയിലല്ല വീടുകളിൽ എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം നൽകുന്നതുമല്ല. അപ്പോൾ അതിനകത്ത് തന്നെ 2 പേർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ തന്നെയും അതിനകത്ത് ഒരുപാട് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ 2 സ്ഥലങ്ങളിൽ നടക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് പേരുടെ ഭാഗത്തു നിന്ന് അന്വേഷണങ്ങൾ വരുന്നുണ്ട്. ആ അന്വേഷണങ്ങൾക്ക് ഒരു മറുപടി പറയാനായിട്ട് അതിൻ്റെ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സ്, അല്ലെങ്കിൽ ഈ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധികാര സ്ഥാനത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് KK ബഷീർ സാറിനെ ഇപ്പോൾ നമ്മുടെ കൂടെ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ആലുവ താലൂക്കിലെ ഡെപ്യൂട്ടി തഹസിൽദാരാണ്. അതുകൂടാതെ അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറാണ്. തണൽ പാലിയേറ്റീവ് കെയറിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കേരള ചാപ്റ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നമുക്കറിയാം, ഇന്ന് സർക്കാർ ജോലി എന്ന് പറയുന്നത് അത്ര ഉത്തരവാദിത്വരഹിതമായി ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് പ്രത്യേകിച്ച് ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ എന്നൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് തിരക്കുകളുണ്ട്. ആ തിരക്കുകളുടെ ഇടയിലും പൊതു കാര്യങ്ങളിൽ ഇടപെടാനും, അല്ലെങ്കിൽ ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇതുപോലെയുള്ള സെമിനാറുകളിൽ പങ്കെടുക്കുവാനും സമയം കണ്ടെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള ആ ഒരു താല്പര്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി KK ബഷീർ സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു അവസരം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം. ഈ SIR ആയി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശങ്കകൾ, നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ, അല്ലെങ്കിൽ നമ്മളുടെ പേര് എവിടെയാണ് ചേർക്കേണ്ടത്? ചിലർ സ്ഥിരതാമസമുള്ള സ്ഥലത്തായിരിക്കില്ല, ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇവരെല്ലാവരും എങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അതോ BLO വീട്ടിൽ വരും നമ്മളെല്ലാം അതിൽ ചേർത്തുകൊള്ളും എന്ന് വിചാരിച്ചിരുന്നാൽ മതിയോ? ഇതുപോലെയുള്ള നമ്മളുടെ എല്ലാ സംശയങ്ങളും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ SIR 2026 ബന്ധപ്പെട്ട് ഒരു ജനറൽ ഇൻഫർമേഷൻ നമ്മളോട് ഷെയർ ചെയ്യുവാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ ഒരു
വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള കുറേ സംശയങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി ശ്രീ പ്രവീൺജി. ഈ പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ തന്നെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളെ പ്രശംസിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. SIR എന്ന ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ഒരുപാട് ആശങ്കകൾ ഉയർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ആശങ്കകൾ കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. SIR എന്നത് വോട്ടർ പട്ടികയുടെ ഒരു സമഗ്ര പരിഷ്കരണമാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, പ്രത്യേക തീവ്ര പുതുക്കൽ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ മലയാളം പറയുന്നത്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇലക്ഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന വിവരം തന്നെയാണ്, എന്നാലും ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുകയാണ്. 1950 നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത്. 1950 ജനുവരിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി 50 അവസാനം 51 കാലഘട്ടത്തിലാണ് ഒരുപാട് സമയമെടുത്തുകൊണ്ട് രാജ്യത്ത് ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നത് പാർലമെന്റിലേക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അഥവാ ജനപ്രാതിനിധ്യ നിയമം 1950 നിയമമാണ്. ഈ നിയമം അനുസരിച്ചാണ് രാജ്യത്ത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആർട്ടിക്കിളും അതുപോലെ ഈ സെക്ഷനും ഒക്കെ പ്രകാരമാണ്, അല്ലെങ്കിൽ അത് ആണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുകൾക്ക് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും അത് പരിഷ്കരിക്കുന്നതിനുമുള്ള അധികാരം നൽകുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI എന്ന് പറയുന്ന സ്ഥാപനം മുമ്പ് നമുക്ക് ഓർമ്മ ഉണ്ടാകും, TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതലയേറ്റ സമയത്താണ് കമ്മീഷന്റെ ഒരു വില നമുക്കൊക്കെ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടത്. പിന്നീട് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ കുറച്ചുകൂടി ഭരണകൂടങ്ങൾ ഇടപെടാൻ തുടങ്ങുകയും ഇലക്ഷൻ കമ്മീഷൻ ഒന്നിലധികം ആളുകളുള്ള ഒരു സംവിധാനമായി ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് സഹ കമ്മീഷണർമാരും ഉൾപ്പെടുന്ന ഒരു മൾട്ടി ലെവൽ അല്ലെങ്കിൽ മൾട്ടി പീപ്പിൾ സംവിധാനമാക്കി അത് മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ശ്രീ ജ്ഞാനേഷ് കുമാർ എറണാകുളം ജില്ലയുടെ കളക്ടറായിരുന്നു മുമ്പ്, നമുക്കൊക്കെ അറിയാവുന്ന വ്യക്തിത്വമാണ്. ഈ രാജ്യത്തെ നിയമസഭകളിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കും അതുപോലെ പാർലമെന്റിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് പ്രധാനമായും ജനങ്ങളുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കമ്മീഷൻ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ ഓരോ CEOമാർ, ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ് അതിന് ചുമതലയേറ്റ് ഓരോ സംസ്ഥാനത്തുമുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നാണ് മലയാളത്തിൽ ഇതിന് പറയുക. രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന IAS കാരനാണ് ഇപ്പോൾ കേരളത്തിൽ ഈ CEO ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CEOയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമുള്ള ഇലക്ഷൻ നടത്തുന്നതിന് ചുമതലക്കാരനായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് താഴെ ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട് ചുമതല ലഭിച്ചിട്ടുള്ളത്. അതിന് താഴെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂവലിലും LACകളിലും വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി ഓരോ ERO, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നൊരു തസ്തികയിലൊരു ആൾ ഉണ്ട്. മുമ്പ് അത് തഹസിൽദാർമാരായിരുന്നു. ഇപ്പോൾ തഹസിൽദാർമാർക്ക് മുകളിൽ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ആളുകളെയാണ് ഓരോ മണ്ഡലങ്ങളിലും
ഈ EROമാരായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. തഹസിൽദാർമാർ അതിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ AERO പദവിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പറയാൻ കാരണം ഓരോ നിയോജക മണ്ഡലത്തിലും വോട്ടർ പട്ടികയിൽ ആളുകളെ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ഈ പട്ടിക പുതുക്കുന്നതിനുമൊക്കെ ചുമതലപ്പെട്ടവർ ഈ EROമാരാണ്. അവരാണ് ഇതിലെ ഫോമുകളിൽ തീരുമാനമെടുക്കുന്നതും അവരെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുകയൊക്കെ ചെയ്യുന്നത് EROമാരാണ്. ഓരോ മണ്ഡലത്തിലെയും EROമാരാണ്. കമ്മീഷന്റെ നേരിട്ടുള്ള ഇടപെടലോ ഒരു പാസ്സാക്കലോ ഇതിൽ എവിടെയും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഓരോ നിയോജക മണ്ഡലങ്ങളിലും EROമാരുണ്ട്, AEമാരുണ്ട്. അതിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും വിവിധ പോളിംഗ് സ്റ്റേഷനുകൾ, നമ്മൾ ബൂത്തുകൾ എന്ന് പണ്ട് പറയുന്നതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് പോളിംഗ് സ്റ്റേഷനാണ്, PS എന്നാ പറയാം. ഓരോ പോളിംഗ് സ്റ്റേഷനിലും അതാത് പോളിംഗ് സ്റ്റേഷനിൽ വരുന്ന അപേക്ഷകളെ പ്രോസസ് ചെയ്യുന്നതിന്, അന്വേഷണം നടത്തുന്നതിന്, റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. BLO എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പോസ്റ്റിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മുമ്പുണ്ടായിരുന്നത് അംഗനവാടി ടീച്ചർമാരും റിട്ടയർ ചെയ്ത ജീവനക്കാരുമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തം ലഭിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തന്നെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഓരോ BLOമാരും അതാത് സ്ഥലങ്ങളിലെ തൊട്ടടുത്ത അല്ലെങ്കിൽ അയാളുടെ തന്നെ മണ്ഡലത്തിലുള്ള അയാളുടെ തന്നെ ബൂത്തിലുള്ള അല്ലെങ്കിൽ ആ ബൂത്തിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ചുകൊണ്ട് സ്വന്തം പ്രദേശത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശത്തോ ഉള്ള ഒരു ബൂത്തിന്റെ ചുമതല BLO ആയിട്ട് നിലവിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ വേണമെന്നാണ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ആവശ്യത്തിന് അത്തരം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും പലയിടത്തും ഈ പാവം അംഗനവാടി ടീച്ചർമാരൊക്കെയാണ് ഇപ്പോഴും ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരായിട്ടുള്ളത്. ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് നമ്മൾ കൊടുക്കുന്ന അപേക്ഷകളിൽ വെരിഫിക്കേഷൻ നടത്തുന്നതും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതും എല്ലാം ഈ BLOമാരാണ്. ഇതാണൊരു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു നിലവിലുള്ള രീതി എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഇപ്പോൾ ഒരു വോട്ടർ പട്ടിക, ഏറ്റവും അവസാനം മുതൽ വോട്ടർ പട്ടിക നമ്മൾ കണ്ടിട്ടുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വോട്ടർ പട്ടിക ഇറങ്ങിയിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്നത് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോ അതിന്റെ കീഴിലുള്ള CEO അല്ല. പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഓരോ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു സംവിധാനമുണ്ട്, SEC എന്ന് പറയുന്ന. ഇവിടെ ശ്രീ ഷാജഹാൻ IAS ആണ് അതിന്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ ലോക്കൽ ബോഡികളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതിന്റെ ചുമതല CEOക്കല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അവർ ഓരോ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരെയും EROമാരാക്കിക്കൊണ്ട്, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ആക്കിക്കൊണ്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കി ഇലക്ഷൻ നടത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അത് സംബന്ധിച്ച് പരാതി കൊടുക്കുന്നതും അത് സംബന്ധിച്ച് ആക്ഷേപം കൊടുക്കുന്നതും പുതിയ ചേർക്കാനൊക്കെ വേണ്ടിയിട്ട് ഹിയറിങ്ങിന് പോകുന്നതൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ അടുത്തോ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിയുടെ അടുത്തൊക്കെ പോകാൻ കാരണം ഈ വോട്ടർ പട്ടിക വേറൊരു വോട്ടർ പട്ടിക ആയതുകൊണ്ടാണ്. അപ്പൊ പലരും സംശയിക്കുന്നത്, ഞാനിപ്പോ വോട്ടർ പട്ടികയിലുണ്ട് പക്ഷെ എനിക്ക് ഫോം കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി വോട്ടർ പട്ടികയുടെ പരിഷ്കരണം എന്ന് പറയുന്നത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ വർഷവും നമ്മുടെ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പരിഷ്കരണങ്ങൾ വരുത്താറുണ്ട്. ASD എന്ന് പറയുന്ന ഒരു ഫാക്ടർ. A എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്, S എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ്, D എന്ന് പറഞ്ഞാൽ ഡെത്ത്. ഈ ASDകളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം എല്ലാ വർഷവും കാര്യമായി നടക്കാറുണ്ട്. അതിന് SSR എന്നാ പറയാം. ഇത് SIR ആണെങ്കിൽ അതിന് പറയുന്ന SSR, സ്പെഷ്യൽ സമ്മറി റിവിഷൻ എന്ന് പറയുന്ന പ്രത്യേക സംക്ഷിപ്ത പുതുക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നടക്കും. അത് പരിഷ്കരിച്ച് ജനുവരി 1 എല്ലാ വർഷവും ഒരു പുതിയ വോട്ടർ പട്ടിക ഇറങ്ങാറുണ്ട്. അത് നിയമസഭയും പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. മുമ്പ് നമ്മൾ ഒരു വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കണം. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ഉള്ള വോട്ടർ പട്ടികയിൽ അതിനുള്ള വയസ്സ് പറയുന്നത് ജനുവരി 1, 2025 ജനുവരി 1 18 വയസ്സാകുന്ന ആളുകൾക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുശേഷം വരുന്ന ആളുകൾക്കൊന്നും, ഫെബ്രുവരിയിലോ മാർച്ചിലോ ജനിച്ചവർക്കൊന്നും ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. മുമ്പ് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കുമുള്ള വോട്ടർ പട്ടികയുടെ രീതിയും ഇത് തന്നെ ആയിരുന്നു. പക്ഷെ ഒരു 2-3 വർഷം മുമ്പ് ഒരു നിയമ ഭേദഗതിയിലൂടെ 3-4 ക്വാർട്ടറുകളായിട്ട്
ഈ വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റുകയും 3 മാസം കൂടുമ്പോൾ പുതിയ പട്ടികകൾ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ജനുവരിയിൽ ഒരാൾക്ക് 18 വയസ്സ് പൂർത്തിയായാൽ അയാൾ പിറ്റേ ജനുവരി വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 1 ഇറങ്ങുന്ന പട്ടികയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടാൻ കഴിയും. ഇനി ഏപ്രിൽ 18 വയസ്സായ ആൾക്ക് മെയ് ജൂൺ കഴിഞ്ഞാൽ ജൂലൈ 1 ഇറങ്ങുന്ന പട്ടികയിൽ ഇടം പിടിക്കാൻ പറ്റും. ജൂണിൽ ഒരാൾക്ക് ഉള്ള 18 വയസ്സ് ഒരാൾക്ക് അതിനുശേഷം 3 മാസം കഴിയുമ്പോഴോ അങ്ങനെ ഒക്ടോബറിൽ വരും, നവംബർ ഡിസംബർ കഴിയുമ്പോൾ ജനുവരി വീണ്ടും വരും. ഇത്രയും എന്താ പറയാ, ഈ രീതിയിലാണ് വോട്ടർ പട്ടികയിലേക്കുള്ള പരിഷ്കരണങ്ങൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള വോട്ടർ പട്ടിക ഒന്നും ചെയ്യാതെ അതിലുള്ള തെറ്റുകളും ഇരട്ടിപ്പുകളൊക്കെ ഒഴിവാക്കുന്ന രീതി. SIR എന്ന് പറയുന്നത് അതല്ല, അതൊരു തീവ്ര പരിഷ്കരണമാണ്. നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ചുകൊണ്ട് അതിനെ ആധാരമാക്കി ഇപ്പോഴുള്ള വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. 2002 പട്ടിക വെച്ചിട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ് 2002 പ്രത്യേകത? SIR കേരളത്തിൽ അവസാനമായി നടന്നത് 2002 1950 ശേഷം ഏതാണ്ട് 8 തവണ SIR രാജ്യത്ത് നടന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് അവസാനമായി നടന്നത് 2002 അതുകൊണ്ട് 2002 ആളുകളെ വെച്ചിട്ട് വോട്ടർ പട്ടിക ഉണ്ടാക്കാനല്ല ചെയ്യുന്നത്. 2002 ഇതുപോലൊരു ശുദ്ധീകരണം നടത്തി പട്ടിക തയ്യാറാക്കിയതാണ്. ആ പട്ടികയിലുള്ള ആളുകളുടെ വേരുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായി നിങ്ങൾക്കറിയാം, ഇപ്പോൾ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തുകൊണ്ട് അത് തിരിച്ചു വാങ്ങുന്ന സമയമായി. ശരിക്കും നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 17-16 ദിവസം കഴിഞ്ഞു. ഇനി 13 ദിവസം മാത്രമാണ് ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവൻ ആളുകളും ഈ ഫോം അടിയന്തരമായി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ഒക്ടോബർ മാസം, ഇത് നവംബറാണ്, ഒക്ടോബർ 27 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ഈ എന്യൂമറേഷൻ ഫോം BLOമാർ വഴി വിതരണം ചെയ്യുന്നത്. 2 കോപ്പിയാണ് അവർ കൊടുക്കുന്നത്. ഒരു കോപ്പിയിൽ നമ്മുടെ വിവരങ്ങളും 2002 നമ്മുടെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളും ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മറ്റേ കോപ്പിയിൽ അവർ അതിന്റെ റെസിപ്റ്റ് ഒപ്പിട്ട് നമുക്ക് തിരിച്ചു തരും. 2 കോപ്പി പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു കോപ്പി നമുക്ക് തിരിച്ചു തരുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ 2002 കമ്മീഷൻ അതിന്റെ പരസ്യങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ ചില രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ എന്യൂമറേഷൻ സമയത്ത് ഒരു രേഖയും സമർപ്പിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ കമ്മീഷൻ പറഞ്ഞത്, നേരത്തെ അനൗൺസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ 38 വയസ്സായ ആളുകൾ 1987 ജൂലൈ 7 അല്ലെ 1 1787 അതിന് മുമ്പ് ജനിച്ച ആളുകൾ അവർക്കിപ്പോ ഏതാണ്ട് 38 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോ 38 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും 2002 വോട്ടർ പട്ടികയിൽ അവർ പേരില്ലെങ്കിൽ അവർക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവരുടെ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കാനുള്ള രേഖ സമർപ്പിക്കണം. ഇനി 38 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആളുകൾ, 2004 ഡിസംബർ 2 വരെ ജനിച്ച ആളുകൾ, 87 മുതൽ 2004 ഡിസംബർ 2 വരെ ജനിച്ച ആളുകൾ, അവർ ഒരു 38 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആളുകൾ എന്ന് പറയാം. അത്തരം ആളുകൾ സ്വന്തം രേഖയോടൊപ്പം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളുടെ രേഖ കൂടി കൊടുക്കണം. ഇനി 21 വയസ്സിന് ശേഷമുള്ള, ഇപ്പോൾ 21 വയസ്സ് ആകുന്ന അല്ലെങ്കിൽ അതിന് താഴെയുള്ള മുഴുവൻ ആളുകളും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സ്വന്തം രേഖയോടൊപ്പം പുതുതായി സ്വന്തം മാതാപിതാക്കളുടെ കൂടി രേഖകൾ, 3 രേഖകൾ കൊടുക്കണം. ഇതാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിലവിൽ അത്തരം രേഖകളൊന്നും ആരുടെയും വാങ്ങിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നീട് ആവശ്യമെങ്കിൽ സംശയമുള്ള ആളുകൾക്ക് അവർക്ക് നോട്ടീസ് നൽകി ഈ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം ആളുകൾ സമർപ്പിക്കേണ്ട രേഖകൾ ഏതെല്ലാമാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പാസ്പോർട്ട് ഉണ്ട്, നമ്മുടെ SLC സർട്ടിഫിക്കറ്റുകളുണ്ട്, സർക്കാർ കൊടുക്കുന്ന മറ്റ് സർട്ടിഫിക്കറ്റുകളുണ്ട്, പിന്നെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത ആധാറുണ്ട്. ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ രേഖയായി കൊടുക്കാമെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ രേഖയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള കാലം ഈ ഫോം ഫോം തിരിച്ചു വാങ്ങി അതിന്റെ ഡാറ്റ സ്കാൻ ചെയ്തും അല്ലാതെയും BLOമാർ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന സമയമാണിപ്പോൾ. എല്ലാവരും ഡിസംബർ 4 വരെ കാത്തിരുന്ന് ഈ
ഈ ഫോം കൊടുക്കാൻ ഇരിക്കരുത്. കാരണം അവർക്ക് ഇത് ഫീഡ് ചെയ്യാനുള്ള സമയം വേണം. അത് പരിഗണിച്ച് നമ്മളിപ്പോൾ ഫോം കൊടുക്കുന്ന ഏതാണ്ട് 99% ആളുകളും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഇലക്ഷനിടയിലും ആളുകളെ വിളിച്ചു വരുത്താനോ രേഖ ആവശ്യപ്പെടാനുള്ള സമയമൊന്നും എവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോം പൂരിപ്പിച്ചു കൊടുത്ത മുഴുവൻ ആളുകളും പട്ടികയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിന് ശേഷം ഡിസംബർ 9 ഡിസംബർ 4 വരെ ആണ് ഈ സമയമെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങും. ഈ കരട് വോട്ടർ പട്ടികയിൽ ഫോം പൂരിപ്പിച്ചെടുത്ത എല്ലാ ആളുകളും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ, അങ്ങനെ ഇല്ലാത്ത ആളുകൾക്ക് ജില്ലാ കളക്ടർക്ക്, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും. അതും തള്ളിയാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ടാകും. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ, നമ്മുടെ പേരില്ലെങ്കിൽ നമുക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുക്കാം. ഒരു അപ്പീലിനും പ്രത്യേകിച്ച് പോകേണ്ടതില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അല്ലെങ്കിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആകെ 4 ഫോമുകളാണ് ഉള്ളത്. ഒന്ന് ഫോറം നമ്പർ 6. അത് പുതുതായി ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോമാണ് ഫോറം നമ്പർ 6 എന്ന് പറയുന്നത്. ഫോറം നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഒരാളെ, മരിച്ചയാളെയോ അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥാനമാറ്റം വന്ന് പോയ ആളുകളെയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ഫോറമാണ് ഫോറം നമ്പർ 7 എന്ന് പറയുന്നത്. ഇനി ഒരാളുടെ പേരുകളോ അഡ്രസ്സോ തിരുത്താനോ ഫോട്ടോ മാറ്റാനോ ഫോൺ നമ്പർ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റു മണ്ഡലങ്ങൾക്ക് മാറിയ ഒരാൾക്ക് ആവശ്യമായ തിരുത്തലുകൾ വരുത്താനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഫോമാണ് ഫോറം നമ്പർ 8. 6, 7, 8 ഈ 3 ഫോമാണ് പ്രധാനപ്പെട്ട ഫോം. ഇനി പ്രവാസികളായ ആളുകളാണെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവർ പൂരിപ്പിക്കേണ്ടത് ഫോറം നമ്പർ 6A ആണ്. ഒരിക്കലും സ്ഥിരമായി വിദേശത്ത് അല്ലെങ്കിൽ കൂടുതൽ കാലം വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ അർഹതയില്ല. പക്ഷേ നമ്മുടെ ഈ സംവിധാനത്തിന്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ വിദേശത്ത് ജോലി ചെയ്യുന്നവരും സ്ഥിരതാമസമാക്കിയ ആൾക്കാർക്കൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വോട്ടുണ്ട്. ശരിക്കും അവർ ചെയ്യേണ്ടത് അവരുടെ വോട്ട് ഫോറം നമ്പർ 6A അപേക്ഷ കൊടുത്ത് പ്രവാസി വോട്ടറായിട്ട് അവർ മാറ്റുകയാണ് ചെയ്യേണ്ടത്. അവർ തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് ഇലക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പാസ്പോർട്ട് കാണിച്ച് വോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് വ്യവസ്ഥ. ഈ 4 ഫോറങ്ങൾ നമുക്ക് ഡിസംബർ 9 ശേഷം, ഇപ്പോഴും ആ ഫോറങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും തൽക്കാലം നമ്മൾ ആ വശത്തേക്ക് പോകാതെ ഡിസംബർ 9 ശേഷം അങ്ങനെ ഒഴിവാക്കപ്പെടുന്നവരോ ഇതിൽ പെടാതെ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയും 18 വയസ്സ് ആകുന്ന ആൾക്കാരൊക്കെ ഫോം പൂരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ഈ വോട്ടർ രജിസ്ട്രേഷനിൽ ചേരാൻ വേണ്ടിയുള്ള അവസരം പുതിയ ഫോം പൂരിപ്പിക്കലിലൂടെ ഉണ്ടാകും. ഈ കമ്മീഷൻ സ്റ്റേറ്റുകൾക്ക് കൊടുത്ത നിർദ്ദേശം ഈ അപേക്ഷകളോടൊപ്പം ഒരു പുതിയ ഒരു അനക്ഷർ ഫോം കൂടി വെക്കണമെന്ന് കമ്മീഷൻ സർക്കുലറിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് നോക്കിയാൽ അത്തരമൊരു അനക്ഷർ ഫോം ബീഹാർ എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രേഖകൾ ഹാജരാക്കാൻ ആ അനക്ഷർ ഫോമിൽ ബീഹാരികളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അനക്ഷർ ഫോം കേരളത്തിൻ്റെതായിട്ട് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടേതായിട്ട് ഇതുവരെ അത് കണ്ടിട്ടില്ല. എന്നാൽ ഡിസംബർ 9 ശേഷം അത്തരം പല അനക്ഷർ ഫോമുകളും കൂടി വന്നേക്കാം എന്ന അർത്ഥത്തിലാണ് ഡിസംബർ 9 ശേഷം വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ അപ്പോൾ ചേർത്താൽ മതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അപേക്ഷ കൊടുത്താലും ഡിസംബർ 9 വരാൻ പോകുന്നില്ല. ഒരുപാട് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാൽ ആളുകൾ തിരക്കാണ്. ഇതിലൊന്നും പെടാത്ത ആളുകൾ 2025 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾക്ക് ഫോം കിട്ടില്ലല്ലോ. അവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുന്ന തിരക്കിലാണ്. പക്ഷെ ഇപ്പോൾ ഈ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്ന ERO നെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ആ ഒരു സംവിധാനം ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 9 ശേഷമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിസംബർ 9 ശേഷമേ ഏതെങ്കിലും തരത്തിൽ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പുതുതായി ചേർക്കേണ്ട ആളുകളൊക്കെ കൊടുക്കേണ്ടത് ഡിസംബർ 9 ശേഷമാണ്. ഇതെല്ലാം പൂർത്തിയാക്കി ആവശ്യമായ ഹിയറിംഗ് നടത്തി ഫെബ്രുവരി 7 തീയതി പുതിയ വോട്ടർ പട്ടിക നമ്മുടെ സംസ്ഥാനത്ത് ഇറങ്ങുമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഡിസംബർ 9 പട്ടിക ഇറങ്ങിയാൽ ജനുവരി 8 വരെയുള്ള കാലയളവിൽ നമുക്ക് ഒരു മാസക്കാലം ആക്ഷേപങ്ങൾ കൊടുക്കാൻ, പുതുതായി വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കാനൊക്കെയുള്ള സമയമാണ്. ഡിസംബർ 9 പട്ടിക ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം, ജനുവരി 8 വരെ. പിന്നീടുള്ള ഒരു മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി 7 വരെയുള്ള സമയം എന്ന് പറയുന്നത് ഈ ആക്ഷേപങ്ങൾ പരിഗണിക്കാനും മറ്റ് പ്രോസസ്സിങ്ങിനുമുള്ള സമയമാണ്. അപ്പോൾ ഫെബ്രുവരി 7 അവസാന പട്ടിക ഇറങ്ങും. അത് കഴിഞ്ഞാലും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷയും ആ സംവിധാനവും നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി,
18 വയസ്സ് ആകേണ്ടതില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുക്കാൻ. 17 വയസ്സായ ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുക്കാം. +2 കഴിയുന്നതോടുകൂടി അപേക്ഷ കൊടുക്കാം. എപ്പോഴാണോ അവർക്ക് 18 വയസ്സാകുന്നത്, ഏത് ക്വാർട്ടറിലാണോ 18 വയസ്സാകുന്നത്, ആ സമയത്ത് അവർ വോട്ടർ പട്ടികയിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ SIR എന്നത് നിലവിലുള്ള പട്ടികയിൽ തന്നെ ഉൾപ്പെടാനുള്ള ഒരു പരിശ്രമമാണെങ്കിൽ, ഇതിൽ നിന്നും പെടാത്ത ആളുകൾക്ക് ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ കൊടുക്കാനും ഒക്കെയുള്ള സമയമുണ്ട് എന്ന് പറയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമ്മൾ ആ ഫോമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഒരുപാട് ആളുകൾക്ക് പലവിധ സംശയങ്ങളുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ വളരെ ലഘുവായി മനസ്സിലാക്കാവുന്ന ഒരു ഫോമാണ്. പക്ഷെ അതിന്റെ സ്ട്രക്ചർ, അതിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനാലാണ് പല ആളുകളും ഇതിൽ പ്രയാസപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള, 2002 ഏതെങ്കിലും മണ്ഡലങ്ങളിൽ, രാജ്യത്തെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പേരുള്ള, ഇനി അത് മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ SIR നടന്നത് ഏത് സമയമാണോ, അപ്പൊ ആസാമിൽ ഒരാളുടെ കേരളത്തിൽ താമസിക്കുന്നെങ്കിൽ ആസാമിൽ അവസാനം SIR നടന്നത് 2005 അപ്പൊ അവർ 2005 പട്ടികയിൽ അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളം മാത്രം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 2002 പട്ടികയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വളരെ എളുപ്പത്തിൽ ഈ ഫോം പൂരിപ്പിക്കാൻ കഴിയും. ആദ്യം നമ്മുടെ വിവരങ്ങൾ എന്ന് പറയുന്നത്, ഫോമിന്റെ ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് നമ്മുടെ പേരും ഇപ്പോഴത്തെ നമ്മുടെ തിരിച്ചറിയൽ കാർഡും എപ്പിക് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. എപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിച്ചറിയൽ കാർഡിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. വോട്ടറുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നാണ് അതിന്റെ അർത്ഥം. ആ കാർഡ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിന് താഴെ നമ്മുടെ ഇപ്പോഴത്തെ വിലാസവും കൊടുത്തിട്ടുണ്ടാകും. തൊട്ട് വലതുവശത്ത് ഇപ്പോൾ നാം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബൂത്തിന്റെ അഥവാ പോളിംഗ് സ്റ്റേഷന്റെ അഥവാ പാർട്ടിന്റെ അഥവാ ഭാഗം എന്നൊക്കെ പറയുന്ന ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ബൂത്തിന്റെ പേരും കൊടുത്തിട്ടുണ്ടാവും. തൊട്ട് വലതുവശത്ത് ഒരു QR കോഡ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വോട്ടർ പട്ടിക, ഈ ഫോമിലെ വിവരങ്ങൾ, പ്രിന്റ് ചെയ്ത വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് BLO കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനറാണ്. അതിന് തൊട്ട് ചേർന്ന് നമ്മുടെ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിലെ ഫോട്ടോ ഉണ്ട്. തൊട്ട് വലതുവശത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഫോട്ടോ മാറ്റാൻ, പുതിയ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള, ഒട്ടിക്കാനുള്ള ഒരു കോളം ഉണ്ട്. നമ്മുടെ ഈ വിവരങ്ങൾക്ക് മുകളിലായിട്ട് നമ്മുടെ BLO ആരാണോ അവരുടെ പേരും അവരുടെ ഫോൺ നമ്പറും തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ഫില്ല് ചെയ്യേണ്ട ഇല്ല. ഇത് ഫില്ല് ചെയ്യേണ്ടത് തൊട്ട് താഴെയുള്ള ഭാഗമാണ്. അതൊരു കോമൺ ഏരിയയാണ്. അതിൽ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ പ്രസന്റ് വിവരങ്ങളാണ്. വോട്ടറുടെ പേര് എവിടെയും ചോദിക്കുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ പേര് നമ്മൾ എഴുതേണ്ടതില്ല, കാരണം അത് നേരത്തെ ഓൾറെഡി പ്രിന്റഡ് ആണ്. നമ്മുടെ ഇലക്ഷൻ ID കാർഡ് നമ്പർ നമുക്ക് എഴുതേണ്ടതില്ല, അത് ഓൾറെഡി പ്രിന്റഡ് ആണ്. നമ്മൾ ആദ്യമായി എഴുതേണ്ടത് നമ്മുടെ ജനന തീയതിയാണ്. അതിനുശേഷം എഴുതേണ്ടത് നമ്മുടെ ആധാർ നമ്പറാണ്. പിന്നീട് എഴുതേണ്ടത് നമ്മുടെ ഫോൺ നമ്പറാണ്. ഈ 3 കാര്യങ്ങളിൽ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല. ജനനത്തീയതി ഏത് കൊടുക്കണം, ഏതാണോ നമ്മുടെ ജനനത്തീയതി, ഏതാണോ നമ്മുടെ രേഖയിലുള്ളത്, നമ്മുടെ കയ്യിൽ യഥാർത്ഥം നമ്മൾ വിശ്വസിക്കുന്ന ജനനത്തീയതി ഏതാണോ അത് അവിടെ കൊടുക്കുക. അത് ആധാറിൽ അങ്ങനെയാണ്, ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതാണോ യഥാർത്ഥം അത് അവിടെ കൊടുക്കുക. ആധാർ നമ്പർ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഫോൺ നമ്പർ പറയേണ്ടതില്ല. അതിന് തൊട്ടുടനെ വരുന്നത് പിതാവിന്റെ പേര്. നമ്മുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും നോക്കേണ്ടതില്ല. പിതാവ് ആരാണോ അദ്ദേഹത്തിന്റെ പേര് അവിടെ എഴുതുക. നമ്മുടെ രേഖകളിൽ പിതാവിന്റെ പേര് എന്താണോ അത് അവിടെ എഴുതുക. അദ്ദേഹത്തിന്റെ ID കാർഡ് നമ്പർ ഇപ്പോഴത്തെ ഉണ്ടെങ്കിൽ അവിടെ എഴുതുക. ഇപ്പോഴത്തെ കാർഡിൽ അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിൽ തൽക്കാലം അവിടെ ഒന്നും എഴുതേണ്ടതില്ല. മാതാവിന്റെ പേര് ചോദിക്കുന്നുണ്ട്. മാതാവ് മരിച്ചാലും ജീവിച്ചിരുന്നാലും അവരുടെ പേരെഴുതുക. അവർ ഇപ്പോഴുണ്ടെങ്കിൽ അവരുടെ ID കാർഡ് നമുക്ക് അവിടെ എഴുതാം, നമ്പർ എഴുതാം. പിന്നീട് ചോദിക്കുന്നത് സ്പൗസ് ആണ്. പങ്കാളിയുടെ, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, അവരുടെ ഇപ്പോഴത്തെ ID കാർഡ് നമ്പർ എഴുതാൻ കോളമുണ്ട്. അവരുടെ പേര് അതിന്റെ മുകളിൽ എഴുതാനുള്ളത്. ഇത്രയും 3 പേരുടെ പേരും 3 പേരുടെ ID കാർഡും ലഭ്യമാണെങ്കിൽ അത് അവിടെ എഴുതുക. ഇതാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ചേർക്കേണ്ടത്. ഇനി ആ വിവരങ്ങളൊക്കെ മറക്കുക. 2002 എന്താണോ ഉള്ളത് ആ വിവരങ്ങളാണ് നമ്മൾ ഇനി താഴെ ചേർക്കാൻ പോകുന്നത്. 2002 എന്ത് തെറ്റാണോ അതിനകത്തുള്ളത് ആ തെറ്റ് അതേപോലെ പകർത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2002 ഒരാൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അയാൾ പൂരിപ്പിക്കേണ്ടത് ഈ മധ്യഭാഗം, SIRന്റെ ഭാഗം 2 ഭാഗമുണ്ട്, ഇടതുവശമുണ്ട് വലതുവശമുണ്ട്, 2 കോളങ്ങളാണ്. 2002 പേരുള്ള ആളുകൾ പൂരിപ്പിക്കേണ്ടത് ഇടതു ഭാഗമാണ്. 2002 പേരില്ല, മറ്റൊരു ബന്ധുവാണുള്ളതെങ്കിൽ അവർ പൂരിപ്പിക്കേണ്ടത് വലതു ഭാഗമാണ്. ഈ 2 പൂരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. മുകളിലുള്ളത് എല്ലാവരും പൂരിപ്പിക്കണം. തൊട്ട് താഴെയുള്ളതിൽ ഏതെങ്കിലും ഒരു കോളമേ പൂരിപ്പിക്കേണ്ടതുള്ളൂ. 2002 പേരുണ്ടെങ്കിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ voters.eci.gov.in എന്ന വെബ്സൈറ്റ്, അത് ഓർത്തു വെക്കുക, എളുപ്പമാണ് ഓർക്കാൻ. വോട്ടേഴ്സ് ഓർത്ത് മാത്രമല്ല വോട്ടേഴ്സ് ഓർത്തു വെക്കുക.
.ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ .gov government.in ഈ സംഗതി അടിച്ചാൽ അതിൽ ലാസ്റ്റ് SIRലെ നമ്മുടെ വിവരങ്ങൾ നമുക്ക് അടിച്ചാൽ കിട്ടും. അത് വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് നമ്മൾ ആദ്യമായി അതിൽ എഴുതേണ്ടത് വോട്ടറുടെ പേരാണ്. ആ പേര് ഇപ്പോഴത്തെ പേരല്ല, 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് എങ്ങനെയാണോ ഉള്ളത് ആ പേര് അതുപോലെ അവിടെ എഴുതുക. ഒരു മിനുക്കുപണി നടത്തേണ്ടതില്ല. അതിനുശേഷം അന്ന് നമ്മുടെ എപ്പിക് നമ്പർ, അതിൽ ചിലപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾക്കായിരിക്കും ഈ ഇപ്പോഴുള്ള 3 ഇംഗ്ലീഷ് അക്ഷരങ്ങളും ബാക്കി 7 ഡിജിറ്റ്സുമുള്ള നമ്പറുകൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് അന്നുണ്ടാകും. അന്ന് എന്താണോ ആ ID കാർഡിന്റെ കോളത്തിലുള്ളത് അത് എടുത്ത് അവിടെ എഴുതുക. തൊട്ട് താഴെ ബന്ധുവിന്റെ പേര്. അപ്പൊ നമ്മളുടെ പേരിന്റെ നേരെ നമ്മുടെ ബന്ധുവിന്റെ പേര് അവിടെ ഉണ്ടാകും. പിതാവാണെങ്കിൽ പിതാവ്, ഭർത്താവാണെങ്കിൽ ഭർത്താവ് എന്ന പേരിൽ ഒരാളവിടെ പേരുണ്ടാവും. ആ പേരെടുത്ത് ബന്ധുവിന്റെ പേരെന്നെടുത്ത് എഴുതുക. തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ബന്ധം അങ്ങനെ തന്നെ എഴുതുക. ചിലരുടെ പിതാവ് മാതാവ് ഒക്കെ മാറിയിട്ടുണ്ടാവും. എന്താണോ അതിനകത്തുള്ളത് ആ പേര് അത് തന്നെ, ആ ബന്ധം താഴെ എഴുതുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ല, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നിയോജക മണ്ഡലം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴുള്ള മണ്ഡലമോ ഇപ്പോഴുള്ള ജില്ലയോ ഇപ്പോഴുള്ള സംസ്ഥാനമോ അല്ല അവിടെ എഴുതേണ്ടത്. 2002 ഏത് മണ്ഡലമാണോ ഉള്ളത്, 2002 ഏത് സംസ്ഥാനമാണോ, 2002 ഏത് ജില്ലയാണോ ഉള്ളത് അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ തൊട്ട് താഴെ നമ്മുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ആ നമ്പർ എഴുതുക. തൊട്ട് താഴെ തൊട്ടടുത്ത് വലതുവശത്ത് ഭാഗം നമ്പർ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ആ നമ്പർ അവിടെ എഴുതുക. തൊട്ട് ചേർന്ന് സീരിയൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്, അതും അവിടെ എഴുതുക. ഇത് എവിടെ നിന്ന് കിട്ടുക? 2002 വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഓരോ ബൂത്തുകൾ വഴി, ഓരോ പോളിംഗ് സ്റ്റേഷൻ വൈസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇടതുവശത്ത് ആദ്യം കൊടുത്തിട്ടുള്ളത് നിയോജക മണ്ഡലത്തിന്റെ നമ്പറാണ്. തൊട്ട് ചേർന്ന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബൂത്തിന്റെ അഥവാ പാർട്ടി നമ്പറാണ്. അതിനടുത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സീരിയൽ നമ്പറാണ്. തൊട്ടടുത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടു നമ്പറാണ്. പിന്നീട് കൊടുത്തത് നമ്മുടെ പേരാണ്. പിന്നെ നമ്മുടെ ബന്ധുവിന്റെ പേരുണ്ട്, അവർ തമ്മിലുള്ള ബന്ധമുണ്ട്, നമ്മുടെ കാർഡ് നമ്പർ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നേരെ അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. താഴെ നമ്മൾ ഒപ്പിട്ട് ഡേറ്റ് വെച്ചിട്ട് ഒപ്പിട്ട് കൊടുത്താൽ 2 കോപ്പി, ഫോട്ടോ മാറ്റണമെങ്കിൽ ഒരു ഫോട്ടോ മോളിൽ ഒട്ടിച്ച് 2 കോപ്പി പൂരിപ്പിക്കുക. ഒരു കോപ്പിയിൽ അവർ റെസിപ്റ്റ് BLO ഒപ്പിട്ട് തരും നമുക്ക്. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾ, എന്റെ മകന് 2002 വോട്ടില്ല, പക്ഷെ അവന് ഫോം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് വലതു ഭാഗമാണ് പൂരിപ്പിക്കുക. അതിൽ പേരെന്നാ കൊടുത്തിട്ടുള്ളത്. ആ പേരുള്ളിടത്ത് എന്റെ പേര് എഴുതുന്നു. 2002 ഈ വോട്ടറുടെ ബന്ധു ആരാണോ പട്ടികയിലുള്ളത് ആ ബന്ധുവിന്റെ പേര് മുകളിൽ എഴുതുന്നു. അപ്പൊ എന്റെ പേര് ബഷീർ എന്ന് അവിടെ എഴുതുന്നു. തൊട്ട് താഴെ എന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അവിടെ എഴുതുക. അന്നത്തെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എഴുതുന്നു. തൊട്ട് താഴെ ബന്ധുവിന്റെ പേര്. ആരുടെ ബന്ധുവാ? എന്റെ ബന്ധുവിന്റെ പേര്. ആ 2002 പട്ടികയിൽ എന്റെ പേരിന് നേരെ ഖാദർ എന്ന് എഴുതിയിട്ട് എന്റെ പിതാവിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പിതാവിന്റെ പേര് അവിടെ എഴുതുകയും തൊട്ട് താഴെ ബന്ധം എഴുതാൻ പറയുന്നിടത്ത് പിതാവ് എന്ന് എഴുതുകയും ചെയ്യുക. അതിന് താഴെ നേരത്തെ പറഞ്ഞ സംസ്ഥാനം, ജില്ല, നിയോജക മണ്ഡലത്തിന്റെ പേര്, അതിന് താഴെ നിയോജക മണ്ഡലത്തിന്റെ നമ്പർ, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ, ഇത്രയും എഴുതിയാൽ ഒപ്പിട്ട് കൊടുക്കാം. പിന്നീട് സംശയം, ഈ പിതാവില്ലാത്തവർ, മാതാവ് ഇല്ലാത്തവർ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, ആരാണോ ഏറ്റവും അടുത്ത ബന്ധു, രക്തബന്ധുക്കൾ ആരാണോ ഏറ്റവും അടുത്തുള്ളത് അവരുടെ വിവരങ്ങൾ എടുത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ പേര് ബഷീർ എന്ന് കൊടുക്കുന്നു, അതിന് താഴെ പിതാവിന്റെ പേര് കൊടുക്കുന്നു. പക്ഷെ പിതാവിന് ആ വോട്ടർ പട്ടികയിൽ ഇടമില്ലെങ്കിലും എന്റെ നേരെ ആരാണോ ബന്ധു ആ ബന്ധുവിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. അദ്ദേഹത്തിന് വോട്ടുണ്ടോ 2002 വോട്ടുണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ പിതാവിന് 2002 എന്റെ മകന്റെ കാര്യം ഞാൻ പറയുന്നത്, എന്റെ മകന്റെ പൂരിപ്പിക്കുമ്പോൾ വലതുഭാഗം പൂരിപ്പിക്കുമ്പോൾ ഞാൻ എന്റെ പേര് എഴുതുന്നു, എന്റെ പിതാവിന്റെ പേര് എഴുതുന്നു. പക്ഷെ എന്റെ പിതാവിന് ആ വോട്ടർ പട്ടികയിൽ വോട്ടില്ലെങ്കിലും എന്റെ നേരെ ബന്ധുവായിട്ട് ആരാണോ കിടക്കുന്നത് അത് നമുക്ക് അവിടെ എഴുതാം. അദ്ദേഹത്തിന് വോട്ടുണ്ടാവേണ്ടതില്ല, അവർ ജീവിച്ചിരിക്കേണ്ടതില്ല, എന്താണെങ്കിലും അത് എഴുതുക. അപ്പോൾ ഏറ്റവും അടുത്ത ബന്ധു ആരാണെന്ന് കണ്ടെത്തുകയും അത് അവിടെ എഴുതുകയുമാണ് വേണ്ടത്. അങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കുക. പരമാവധി വേഗതയിൽ ഈ സംവിധാനം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കുക. BLOമാരെന്ന് വളരെ വലിയ ഒരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ വേതനമാണ് അവർക്ക് ഇതിന് കൊടുക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു രാജ്യത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന അർത്ഥത്തിൽ വളരെ വളണ്ടറി ആയിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ 3 തവണ വരണമെന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അവർ വരട്ടെ, ഇവിടെ വന്ന് വാങ്ങുക എന്നൊക്കെ പറയുന്നതിന് പകരം അവർ ഉള്ളിടത്തേക്ക് നമുക്ക് കഴിയുമെങ്കിൽ അത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനും
അവരുമായി സഹകരിക്കാനുമുള്ള ഒരു ശ്രമം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഏതെങ്കിലും ആളുകൾ, നമ്മുടെ വീട്ടിലില്ലാത്ത ആളുകൾക്ക് ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, പുറത്തുള്ള ആളുകൾ, വിദേശത്തുള്ള ആളുകളുടെ ഫോം, പ്രവാസി വോട്ടർമാരുടെ ഫോം അവരുടെ വീടുകളിൽ കൊടുക്കും. അപ്പോൾ അതിന് താഴെ എഴുതിയിട്ടുണ്ട്, വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാരാണോ അവർക്ക് അത് ഒപ്പിട്ട് തിരിച്ചു കൊടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ ഫോം കിട്ടിയാൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടു എന്ന് എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കുക. പിന്നെ അവർ ഇവിടുന്ന് പെർമനന്റ് ആയിട്ട് ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ അങ്ങനെ മാറിയെന്ന് എഴുതിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പരമാവധി ഈ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം എന്ന് മാത്രം അല്പം ദീർഘിച്ചു പോയ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പർട്ടിക്കുലർ സംശയങ്ങളുണ്ടെങ്കിൽ സ്പെസിഫിക്കായി ഉന്നയിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. അതിനുശേഷവും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ എങ്ങനെയും ബന്ധപ്പെട്ടാലും നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ വിശദമായി തന്നെ സാറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് സംശയവുമായിട്ട് കയറിയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ, ഇപ്പോൾ അതിൽ മേരി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അത് എന്താണ് സംശയം എന്നുള്ളത് ചോദിക്കാം. അങ്ങോട്ട് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സംശയം ചോദിക്കാനുള്ളത് സാർ, ഇപ്പോൾ നമ്മളുടെ 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ അതിൽ നമ്മൾ ചേർക്കുന്ന കാര്യം സാർ പറഞ്ഞു. അപ്പോൾ ആ വിവരങ്ങൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഇപ്പോൾ വോട്ടർ പട്ടിക ആ സ്ഥലത്ത് ഡൗൺലോഡ് ചെയ്ത് അതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന വളരെ പരിമിതം ആൾക്കാരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ BLO ഫില്ല് ചെയ്ത് കൊടുത്തോളുമോ? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? പക്ഷെ അവർക്കത് പ്രയാസമായിരിക്കും. ചില സ്ഥലത്ത് വളരെ എന്താ പറയാ, ഒരു സർഗാത്മകമായിട്ട് വർക്ക് ചെയ്യുന്ന BLOമാരുണ്ട്. അവര് ഈ രണ്ടാമത്തെ ഭാഗം SIR ഭാഗം പൂരിപ്പിച്ച് ആണ് ഫോം സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. ഈ ഫോം ഡൗൺലോഡ് ചെയ്യാൻ, ഞാനീ പറഞ്ഞ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ പട്ടിക മൊത്തം ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഞാൻ നേരത്തെ പറഞ്ഞ വോട്ടേഴ്സ് പോർട്ടലിൽ പോയാൽ 2002 സെർച്ച് ഇൻ 2002 എന്ന് കാണിച്ചൊരു ഒരു ബട്ടൺ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മണ്ഡലം അറിയാമെങ്കിൽ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ജില്ല, നമ്മുടെ മണ്ഡലം, ഇത്തരം സാധനം അറിയാമെങ്കിൽ ഇനി അതിന് താഴെ നമ്മുടെ കൃത്യം ബൂത്ത് അറിയണമെന്നില്ല, നമ്മുടെ പേര് അടിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ പേര് അടിച്ചു ചേർത്താൽ, ഇപ്പൊ ബഷീർ എന്ന പേരിൽ ആലുവ മണ്ഡലത്തിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം ലിസ്റ്റ് അവിടെ കാണിക്കും. ഓരോരുത്തരെയും ഒരു ബട്ടണായി, ഒരു സ്ക്വയറായിട്ട് അവരുടെ പേര്, പിതാവിന്റെ പേര്, ബന്ധം, അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബട്ടണുകളായിട്ടാണ് താഴേക്ക് വിവരങ്ങൾ കാണാൻ കഴിയുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ കഴിയും. പിന്നെ ഇത് ആളുകൾ കൃത്യമായി BLOമാരുടെ അടുത്ത് വോട്ടർ പട്ടികയുണ്ട്, അവരുടെ ഗ്രൂപ്പുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വോട്ടർ പട്ടിക മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ആ ഒരു ബൂത്തിന്റെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നിലക്കും കിട്ടുന്നില്ലെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ മക്കളോടോ പേരക്കുട്ടികളോടോ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് അവര് എടുത്തു തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റൊരു സംശയമുള്ളത്, ഇപ്പോൾ ചില ആളുകള് ജോലിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ഫറബിൾ ജോബ് ഉള്ളവര്, അവര് ഈ 2002 ചിലപ്പോൾ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നിരിക്കില്ല. അവര് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നിലവിൽ അവരുടെ ബന്ധുവിന്റെ പേര് വെച്ചിട്ട് ഇതുപോലെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഈ SIRന്റെ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാൻ പറ്റുമോ? അതോ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് 9-ാം തീയതിക്ക് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം 6 കൊടുത്തിട്ട് അങ്ങനെ ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന പോലെ ചെയ്യേണ്ടി വരുമോ? അല്ല, അവർക്ക് വേണമെങ്കിൽ അവര് നേരത്തെ ജോലി ചെയ്ത സ്ഥലത്ത് അവർക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ പട്ടിക നമുക്ക് എടുക്കാൻ പറ്റും. അതാ സംസ്ഥാനങ്ങളിൽ അവർ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പട്ടിക എടുത്തിട്ട് ഈ SIR വിവരങ്ങൾ കൊടുക്കേണ്ടത് അവിടത്തെയാണ് വിവരങ്ങൾ കൊടുക്കേണ്ടത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരാണോ ഇവിടെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് ആ വിവരങ്ങൾ കൊടുക്കുക.
അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞതിന് പകരം ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾ, മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ സഹോദരന്മാർ അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാർ, അങ്ങനെ രക്തബന്ധം ബ്ലഡ് റിലേഷൻ വരുന്ന ഭാഗത്തുള്ള ആളുകൾ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഈ SIR ഫോം നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫോൺ നമ്പർ ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കണം. അത് മിക്ക ആളുകളുടെയും ലിങ്ക്ഡ് ആയിരിക്കും. OTP കിട്ടണം. പിന്നെ അതുപോലെ ആധാർ കാർഡിൽ കൃത്യമായ പേര്, വോട്ടർ ID-യുമായി ബന്ധപ്പെട്ട പേര് അത് തന്നെ ആയിരിക്കണം ആധാർ കാർഡ്. ഇപ്പം ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് നടന്നില്ല, കാരണം എൻ്റെ ഇലക്ഷൻ ID-യിൽ ബഷീർ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആധാർ കാർഡിൽ ബഷീർ KK എന്നുണ്ട്. അതൊരിക്കലും അവർക്ക് ഓൺലൈൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ തിരുത്തി പിന്നീട് പേര് മാറ്റിയതിനു ശേഷമേ അത് കഴിയും. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഇപ്പോൾ ആധാർ കാർഡിനനുസരിച്ച് വോട്ടർ പട്ടികയിലെ പേര് മാറ്റുന്നുണ്ട്. കാർഡുകൾ ചേഞ്ച് ചെയ്ത് ഫോം 8 കൊടുത്തുകൊണ്ട് അത്തരത്തിൽ നമുക്ക് പിന്നീട് ചെയ്യാം. തൽക്കാലം ഏറ്റവും അടുത്ത ബന്ധു ആരാണോ എഴുതുക. ഇനി ഒന്ന് കിട്ടിയില്ലെങ്കിൽ ആരുടെയും ഒരാളിങ്ങനെ നിരാശായിട്ടിരിക്കണ്ട. ഏറ്റവും അടുത്തുനിന്ന് ആർക്കെങ്കിലും തോന്നുന്നൊരു ബന്ധുവിന്റെ പേരങ്ങ് എഴുതി വിട്ടേക്കുക. വരണമെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ ഡിസംബർ 9 ശേഷം പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാം എന്ന് കാണുക. അപ്പൊ ഞാനിപ്പോ ചോദിച്ച ആ സാഹചര്യത്തില് നമുക്ക് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരാള്, അങ്ങനെയാണെങ്കിലും എപ്പോഴാണോ 2002 വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് കൊടുത്ത് പ്രത്യേകിച്ചൊരു പ്രൂഫ് ഇല്ലാതെ ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറാൻ പറ്റുമോ? പുതിയ അതായത് നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തിരിക്കുകയായിരുന്നു, ഇവിടെ വന്ന് താമസം തുടങ്ങി, ഇപ്പോ ഒരു വീട് വാങ്ങിച്ചാണെങ്കിലും അങ്ങനെ. അപ്പൊ അതിന്റെ ഒരു ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അഡ്രസ് പ്രൂഫ് ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത്, ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന ആളുകളൊക്കെ ആണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് അവരുടെ താമസത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതൊന്നും ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന്, ഇതൊന്നും വലിയൊരു സ്ക്രീനിങ് ചെയ്തിട്ടൊന്നുമല്ല. ഒരു 10,000-കണക്കിന് ആൾക്കാർ ഇങ്ങനെ അപേക്ഷ വരുമ്പോൾ ഓൺലൈനായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന അപേക്ഷകൾ അടിച്ചു തീർക്കുന്ന ഒരു പണിയാണ് ചെയ്യുന്നത്. എപ്പോഴും നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായ നമുക്ക് കൊടുക്കാവുന്ന രേഖകൾ, ഇപ്പോ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് താമസിക്കുകയാണെങ്കിൽ, നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഈ വാടക ചീട്ടിന്റെ ബലത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഒരാളോട് താമസക്കാരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം. ഇത് സ്ഥിരമായി കിട്ടാത്ത, ഇങ്ങനെ ഓടി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ രേഖകൾ കിട്ടാത്തവരുണ്ടാവാം. 6 മാസം ഇവിടെയും 6 മാസം വേറെ, അങ്ങനെ പോകുന്ന പോക്കനൊക്കെ വോട്ട് ചെയ്ത് പോകാൻ കഴിയില്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട രേഖയല്ലേ. അങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ടാകാം. അവർ പരമാവധി അവർ കൊടുക്കാവുന്ന രേഖകൾ സംഘടിപ്പിച്ചു കൊടുക്കുക. ഇങ്ങോട്ട് മാറുമ്പോൾ റേഷൻ കാർഡുകൾ മാറ്റേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റു രേഖകൾ മാറ്റുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ മാറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ഉള്ള രേഖകൾ കൊടുക്കുക. അത് പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പെർമനന്റ് രേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോ സാറ് പറഞ്ഞതില് 9-ാം തീയതിക്ക് ശേഷം ഈ ലിസ്റ്റിൽ നമ്മൾ പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പേര് ചേർക്കാൻ പറ്റും എന്ന് പറഞ്ഞതോടുകൂടി എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെയും സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇനിയും ആളുകൾ 18 വയസ്സാവുന്ന ആൾക്കാർ ജനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായും ഇവർക്കൊക്കെ SIR ഉണ്ടായിട്ട് വേണോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ? പക്ഷേ 18 വയസ്സ് കഴിഞ്ഞ് ചേർക്കാൻ കുറെ ചാനലുകളും ഒക്കെ ഇതിങ്ങനെ പെരുപ്പിച്ച് ഭയങ്കര ഭീതി ഉണ്ടാക്കി കളഞ്ഞു. ഇപ്പൊ തന്നെ ചെവി മക്കനൊക്കെ ഇടുന്ന ആളുകൾ, ഹിജാബ് ഇടുന്നവര് ചെവി കാണിച്ച് ഫോട്ടോ എടുക്കണം. ഓരോരുത്തരും അവര് തോന്നിയ യുക്തം പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊന്നും വീഴാതെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അത്യാവശ്യം വിദ്യാസമ്പന്നരായ ആൾക്കാരാണല്ലോ. യഥാർത്ഥ ഒതന്റിക് ആയിട്ടുള്ള വിവരങ്ങൾ കമ്മീഷനുകളുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് മുന്നോട്ട് പോവുക. ഇത് കഴിഞ്ഞാലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ. വേറൊരു കാര്യമുള്ളത്, വോട്ടർ പട്ടിക എന്നത് പൗരത്വത്തിനുള്ള തെളിവല്ല. എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നിബന്ധനകളിൽ ഏറ്റവും ഒന്നാമത്തേത് ഇന്ത്യൻ പൗരനാകണം, 2 18 വയസ്സാകണം, 3 ഒരു മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപ്പോ വോട്ടർ പട്ടികയിലുള്ള ആളുകൾ ഇന്ത്യൻ പൗരന്മാരെന്നല്ല, ഇന്ത്യൻ പൗരന്മാരായ ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത്. പൗരത്വം ഉണ്ടാകുന്ന വോട്ടർ പട്ടിക വെച്ചിട്ടല്ല. 17 വയസ്സുകാരൻ പൗരനാവൂലേ? അവനവന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് പൗരത്വം കിട്ടുന്നത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം ഉണ്ടാവുന്നത് വോട്ടർ പട്ടികയിൽ വന്നിട്ടല്ല. ബൈ ബർത്ത് ഇന്ത്യൻ പൗരത്വം കിട്ടും, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോ പൗരത്വ രേഖ അല്ല വോട്ടർ പട്ടിക എന്ന് പറയുന്നത്.
എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്ത്യൻ പൗരനാകണം. ഇത് രണ്ടും അതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അത് ആ ഒരു അർത്ഥത്തിൽ കാണുക. വലിയ ഒരു പാനിക് ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറയാം. ഇതില് പല സ്ഥലങ്ങളിലും ചിലര് ഫോട്ടോ മസ്റ്റായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ചിലരാണെങ്കിൽ ഫോട്ടോ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേരത്തെയുള്ള ഫോട്ടോ ഇപ്പോഴും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പര്യാപ്തമാണെങ്കിൽ പുതിയ ഫോട്ടോ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമല്ലല്ലോ. ഫോട്ടോ നിർബന്ധമല്ല, എന്നാൽ പുതിയ ഫോട്ടോ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫോട്ടോ കൊടുക്കാം. ശരി ശരി. ആർക്കും സംശയമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. ഇല്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും സമയം 1 മണിക്കൂറോളം ഈ തിരക്കിനിടയിലും ചെലവഴിച്ച ബഷീർ സാറിന് കൊച്ചിൻ റിഫൈനറീസ് എംപ്ലോയീസ് അസോസിയേഷന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും CREAയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുന്നു നമുക്ക് ഈ വെബിനാർ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.